ഓണസദ്യക്ക് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഉണ്ടാക്കണ്ടേ? അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റിൽ അവിയൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതുപോലൊരു പരന്ന പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല കട്ടിയുള്ള പാത്രമാണ്, ചൂട് കട്ടിയുള്ള. അപ്പം നിങ്ങൾ അവിയൽ ഉണ്ടാക്കുമ്പം ഉരുളി എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പരന്ന പാത്രം എടുക്കാൻ നോക്കുക. അതിലേക്ക് ആദ്യം തന്നെ 2 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഷ്ണങ്ങൾ ചേർക്കുന്നതിന് മുമ്പേ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്തിട്ട് ഈ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ 1/4 കപ്പ് ഇതേ നീളത്തിലരിഞ്ഞ ചേന ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് തന്നെ വെള്ളരിക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് പടവലങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് അച്ചിങ്ങ ചേർക്കുന്നുണ്ട്. അപ്പോൾ അച്ചിങ്ങ എന്ന് പറയുമ്പോൾ പയറാണ്. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് പറയുന്നത്. അതിൻ്റെ കൂടെ 1/4 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു മുരിങ്ങയ്ക്ക എടുത്തിരിക്കുന്നത്, അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് കായ, നമ്മുടെ പച്ചക്കായ, നേന്ത്രക്കായ, അതും കൂടെ ചേർക്കുന്നുണ്ട്. 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 സ്പൂൺ അളവിലുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം കഷ്ണങ്ങളും മുളക് പൊടിയും പച്ചമുളകും ഒക്കെ നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്. അതും കൂടെ ചേർത്തിട്ട് 1 സ്പൂൺ കൊണ്ട് നമ്മൾ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി, അതായത് ഈ വെളിച്ചെണ്ണയും എല്ലാം ഇതിലേക്ക് നന്നായിട്ട് അബ്സോർവ് ആവണം. അപ്പോൾ ഒരിക്കലും നമ്മൾ അവിയൽ ഉണ്ടാക്കുമ്പം വെള്ളം ചേർക്കത്തില്ല. ഇനി നമ്മൾ ഇത് അടച്ചു വെച്ച് ആവിയിൽ നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ തീ വളരെ കുറച്ച് വെക്കുക. ഇനി ഞാൻ 1 കപ്പ് ചിരവിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കഷ്ണം ചെറിയ ഉള്ളി 2ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്തിട്ട് 1/2 സ്പൂൺ ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് ജീരകം ചേർക്കണ്ട കേട്ടോ, വല്ലാണ്ട് ജീരകത്തിൻ്റെ ചുവ വന്നാൽ അവിയലിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അതും കൂടി ചേർത്തിട്ട് 2 ഏതൾ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇത് ചതച്ചെടുക്കാം. തോരന് ചതയ്ക്കുന്ന പോലല്ല, ഒന്നുകൂടെ അതിലും കാര്യമായിട്ട് ചതച്ച് നമുക്ക് എടുത്തു കൊടുക്കാം. അപ്പോൾ അതേ നോക്കൂ, ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് അവിയലിൻ്റെ കഷ്ണങ്ങൾ മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഒന്നെടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ പേടിക്കുകയേ വേണ്ട. അവിയലിൽ വെള്ളം ചേർത്തില്ലെങ്കിൽ ഒരിക്കലും അവിയലിൻ്റെ കഷ്ണങ്ങളെ അടുക്കി പിടിക്കത്തില്ല. പതുക്കെ ചെറിയ തീയിൽ നമ്മൾ വേവിച്ച് എടുത്താൽ മതി. അപ്പോൾ അതേ ഞാൻ തേങ്ങയും ഇതുപോലെ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കഷ്ണങ്ങൾ വെച്ച് വേവിച്ച അടപ്പൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചേനയൊന്ന് നോക്കാം. ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ മുരിങ്ങയ്ക്കയും, ബാക്കി കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അപ്പം മുരിങ്ങയ്ക്കയും ചേനയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിനകത്ത് മാങ്ങ ഇട്ട് വെക്കാമെന്ന് വെച്ചിട്ട്, അതായത് പുളിക്ക് പകരം. പക്ഷേ എൻ്റെ കൈവശം ഇരിക്കുന്ന മാങ്ങ ഞാനിപ്പോൾ എടുത്ത് നോക്കിയപ്പം ഒരു ചെറു മധുരമുണ്ട്. അത് ചേർത്ത് കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് തൈര് ചേർക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതേ നോക്ക്, ആദ്യം തന്നെ ഞാൻ ഈ അരപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് ആവി വന്നിട്ടുണ്ട്. ആ സമയമാകുമ്പോഴേക്കും നമുക്കൊരു 2 സ്പൂൺ തൈര് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് പുളിയുള്ള തൈരാണ് ചേർക്കുന്നത് കേട്ടോ. ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1.5 സ്പൂണൊക്കെ ചേർത്താൽ മതി. ഇതൊരു അത്യാവശ്യം മീഡിയം രീതിയിലുള്ള പുളിയേ ഉള്ളൂ. അതും കൂടെ ചേർത്തിട്ട് ഞാൻ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് ഇളക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരു ശകലം പോലും ഇതിൻ്റെ അടുക്കി പിടിച്ചിട്ടില്ല ഈ അവിയൽ. ഇതുപോലെ നല്ല ക്ഷമയോടുകൂടി നമ്മൾ വളരെ തീ കുറച്ച് നമ്മൾ അവിയലിൻ്റെ കഷ്ണം വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഈ അവിയലിൻ്റെ ടേസ്റ്റ് തന്നെ പാടെ മാറിപ്പോവും. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിനകത്തേക്ക് 1 സ്പൂണും കൂടെ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് ഇതുപോലെ നിങ്ങളൊന്ന് അവിയൽ ഉണ്ടാക്കി നോക്കൂ. കൂട്ടുകാർക്ക് വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഈ ഒരു രീതിയിൽ അവിയലും ഉണ്ടാക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തിട്ട് കൂടെ തന്നെ അതിൻ്റെ
ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. ബൈ.